നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്ന മൂന്നാം പരാതിക്കാരിയെ തനിക്കറിയാമെന്നും ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ആ ഒരു തീയതിക്ക് ശേഷവും രാഹുലുമായി സംസാരിക്കണമെന്ന് പറഞ്ഞ് ഈ മൂന്നാം പരാതിക്കാരി തന്നെ സമീപിച്ചു. അവരുടെ ചാറ്റുകളടക്കം ഉണ്ട് എന്ന് പറഞ്ഞ് ഫെനി നൈനാൻ ചാറ്റുകളടക്കം പുറത്തുവിട്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇത് തെറ്റാണ്, അല്ലെങ്കിൽ വാലും തലയും ഇല്ലാത്ത ഒരു ചാറ്റാണ് ഫെനി പുറത്തുവിട്ടത്. ഫെനി തനിക്ക് അനിയനെ പോലെയാണ്, രാഹുലുമായി തനിക്കുള്ള കണക്ഷൻ അല്ലെങ്കിൽ തനിക്കുള്ള ബന്ധം അതിൻ്റെ ഒരു നടുവിൽ നിന്നൊരു വ്യക്തി ഫെനിയാണ് എന്ന രീതിയിൽ മൂന്നാം അതിജീവിത കഴിഞ്ഞ വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ ഓഡിയോ അടക്കം പുറത്തു വന്നതാണ്. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ, ചില പോയിന്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് രാഹുലിനെതിരെ പരാതി പറഞ്ഞ ആദ്യത്തെ പരാതിക്കാരിയെക്കുറിച്ചും രണ്ടാമത്തെ പരാതിക്കാരിയെക്കുറിച്ചും ട്രാൻസ്ജെൻഡർ പരാതിക്കാരിയെക്കുറിച്ചും രാഹുൽ മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ കള്ളപ്പരാതികളാണ്, വ്യാജ പരാതികളാണ് എന്ന് തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് മൂന്നാം പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ. തലയും വാലുമില്ലാത്ത ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനാണ് എന്നും യുവതി പറയുകയുണ്ടായി. ഒരു മനുഷ്യൻ എത്രത്തോളം സ്ട്രെസ്, എത്രത്തോളം വിഷമത്തിലാക്കാവോ അത്രയും മോശമായ ഒരു അവസ്ഥയിലൂടെ താൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം താൻ ഗർഭചിത്രം നടത്തി, തൻ്റെ ആരോഗ്യം മോശമായി, മാത്രമല്ല തൻ്റെ മാനസികമായി താൻ തകർന്നു. തന്നെ അത്തരത്തിൽ വലിയൊരു അവസ്ഥയിലേക്ക്, ഭീകരമായൊരു അവസ്ഥയിലേക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ തള്ളിവിട്ടു എന്നും ഈ മൂന്നാം പരാതിക്കാരി ആ ഓഡിയോയിൽ പറയുന്നുണ്ട്. മാനസികമായും സാമ്പത്തികമായും ഒക്കെ വലിയ തകർച്ചയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫെനി തനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്. തന്നോട് പരിചയപ്പെട്ടു, രാഹുലിൻ്റെ സുഹൃത്താണ് ഫെനി എന്ന് തനിക്കറിയാം, അതുകൊണ്ട് മാത്രം താൻ ഫെനിക്ക് മറുപടി നൽകി. തന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് തന്നോട് ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നപ്പോൾ താൻ രാഹുലിൻ്റെ സുഹൃത്ത് എന്ന പരിഗണനയിൽ ഫെനിയോട് സംസാരിച്ചു. വളരെ വിഷമഘട്ടത്തിലായിരിക്കുന്ന സമയത്താണ് ഫെനി തനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഇനി തന്നോട് മാത്രമല്ല, ഫെനി തന്നോട് എന്ത് സംസാരിച്ചാലും അവസാനം രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലാണ് ഫെനി സംസാരം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് എന്നറിയാൻ, അല്ലെങ്കിൽ ഈ സംഭവിക്കുന്നത്, ഈ കേൾക്കുന്നതൊക്കെ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ തനിക്കുമുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ അറിയാനുള്ള ശ്രമം താനും നടത്തി. രാഹുൽ തന്നെ പലപ്പോഴായിട്ട് സ്ലട്ട് ഷെയിം നടത്തിയിട്ടുണ്ട്, തന്നെക്കുറിച്ച് വലിയ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പല ഘട്ടങ്ങളും തന്നെ തെറി വിളിച്ചിട്ടുണ്ട് എന്നും ഈ പരാതിക്കാരി പറയുന്നുണ്ട്. ഇതെല്ലാം തനിക്ക് വലിയ വിഷമമുണ്ടാക്കി. പക്ഷേ ഈ സമയത്തെല്ലാം ഫെനി തന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള കംഫർട്ട് ഫെനിയുടെ ഭാഗത്തു നിന്നും തനിക്ക് കിട്ടി. പോട്ടെ, സാരമില്ല. അതായത് സ്ലട്ട് ഷെയിം രാഹുൽ നടത്തുമ്പോഴും രാഹുൽ തന്നെ തെറി വിളിക്കുമ്പോഴും ഒക്കെ തന്നെ വിളിച്ചിട്ട് അത് സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു റോളായിരുന്നു ഫെനിക്കുണ്ടായിരുന്നത്. രാഹുലിന് വേറെ ബന്ധങ്ങളുണ്ടോ എന്ന് ഞാൻ ഫെനിയോട് ചോദിച്ചിരുന്നു. സത്യം പറയണം, ഒരു അനിയനെ പോലെയാണ് ഞാൻ നിന്നെ കാണുന്നത്, രാഹുലിന് വേറെ ബന്ധങ്ങളുണ്ടോ എന്ന് ഫെനിയോട് ചോദിച്ചപ്പോൾ ഫെനി തനിക്ക് നൽകിയ ഉത്തരം ഇപ്രകാരമാണ്. രാഹുലിൻ്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികൾ ഇല്ല എന്നാണ് ഫെനി തന്നോട് പറഞ്ഞത്. ഉള്ള ആൾക്കാരെല്ലാം ആളുടെ ഫാൻസാണ്, അവരെ കൊണ്ട് രാഹുലിന് ഭയങ്കര ശല്യമാണ്, അതുകൊണ്ട് ഇവരെയൊക്കെ രാഹുൽ ഫോണിൽ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇത്തരത്തിലൊരു വിവരണമാണ് രാഹുലിനെ കുറിച്ച് ഫെനി തന്നോട് പറഞ്ഞത് എന്നാണ് മൂന്നാം പരാതിക്കാരി പറയുന്നത്. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ, അതായത് അബോർഷൻ ചെയ്തു, വളരെ മാനസികമായ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ, അല്ലെങ്കിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടുമൊക്കെ വലിയ മോശാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എങ്കിൽ പോലും തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്, തനിക്ക് പിറക്കാതെ പോയ അല്ലെങ്കിൽ താൻ അബോർട്ട് ചെയ്ത ആ കുട്ടിയുടെ അച്ഛനാണ് രാഹുൽ എന്നൊരു ഫീലിംഗ് അപ്പോഴും തനിക്ക് രാഹുലിനോട് ഉണ്ടായിരുന്നു എന്നും പരാതിക്കാരി പറയുന്നുണ്ട്. ഇത് അതായത് വേറെ പെൺകുട്ടികളുമായിട്ട് ബന്ധമില്ല, ബാക്കി അതെല്ലാം ഫാൻസാണ്, അത് അവരെ കൊണ്ട് രാഹുലിന് ഭയങ്കര ശല്യമാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസമാണ് അത് കേട്ടപ്പോൾ ആ സമയം തോന്നിയത്. രാഹുലിന് കോടികളുടെ ബാധ്യതയുണ്ട് എന്നും ഫെനി തന്നോട് പറഞ്ഞിരുന്നു. പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് ചെലവുകളുണ്ട് എന്നാണ് ഫെനി തന്നോട് പറഞ്ഞത്. കയ്യിൽ നിന്ന് പൈസ എടുത്ത് പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട് എന്നും ഫെനി തന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ വിളിച്ചിട്ട് ഒരു സമരത്തിന് നിൽക്കുകയാണ്, രാഹുലേട്ടന് പൈസയില്ല, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഫെനി തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ ആ അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നത്, അപ്പോൾ ദേഷ്യമുണ്ടെങ്കിൽ പോലും ഞാൻ രാഹുലിന് പൈസ, അല്ലെങ്കിൽ ഫെനിക്ക് പൈസ അയച്ചു കൊടുത്തു, അത് അവർ ആ പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ചു എന്ന് ഫെനി തന്നോട് തന്നെ പറഞ്ഞു, തന്നോട് വിളിച്ച് കൺഫേം ചെയ്ത് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ
ഉള്ള സംഭവ വികാസങ്ങളും കൂടി ഇതിനിടയിൽ അരങ്ങേറിയിട്ടുണ്ടെന്നും മൂന്നാം അതിജീവിത ഈ പുറത്തു വന്ന ഓഡിയോയിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേകം കഴിവുണ്ട്, അതിന് പ്രത്യേകം കഴിവുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും ഈ പരാതിക്കാരി പറയുന്നുണ്ട്. ഒരുമിച്ച് ജീവിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വശീകരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും ഈ പരാതിക്കാരി ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. തന്നെ സ്ലട്ട് ഷെയിം ചെയ്തു, അങ്ങനെ ഒരുപാട് തെറി വിളിച്ചു, ഒരു സാഹചര്യത്തിൽ തന്നെ ഒരുപാട് തെറി വിളിക്കുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ. 2025 ഓഗസ്റ്റിലാണ് തന്നെപ്പോലെ താൻ മാത്രമല്ല, അതായത് ഗർഭചിത്രം ചെയ്യപ്പെട്ട, രാഹുലിനാൽ പീഡിപ്പിക്കപ്പെട്ട, രാഹുൽ ഉപയോഗിച്ച അല്ലെങ്കിൽ രാഹുൽ ഉപയോഗിച്ച ശേഷം ഗർഭചിത്രം നടത്തിയ വേറെ പെൺകുട്ടികൾ, തന്നെപ്പോലെ പെൺകുട്ടികൾ ഇനിയും ഉണ്ടെന്ന് താൻ അറിഞ്ഞത് 2025 ഓഗസ്റ്റിലാണ്. തന്നെപ്പോലെ വേറെ പെൺകുട്ടികളുണ്ടെന്ന് താൻ ആ കാര്യം അറിഞ്ഞപ്പോൾ ഭയങ്കര ഞെട്ടലായിരുന്നു. താൻ ഞെട്ടിപ്പോയി വിവരം അറിഞ്ഞപ്പോൾ. രാഹുലിൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു സ്ത്രീ താനാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതിന് പ്രധാന കാരണം ഫെനിയായിരുന്നു. കാരണം അത്തരത്തിലായിരുന്നു ഫെനി രാഹുലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ വേറെ പെണ്ണില്ല, വേറെ മറ്റാരുമായിട്ട് രാഹുലിന് ബന്ധമില്ല എന്നൊക്കെ ഫെനി തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ താൻ മാത്രമേ രാഹുലിൻ്റെ ജീവിതത്തിലൊരു പെണ്ണായിട്ടുള്ളൂ എന്ന് താൻ അത്രയും കാലം കരുതിയിരുന്നു. ഫെനി അത്തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞ് തന്നെ വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ പരാതിക്കാർ ഓരോരുത്തരായി പുറത്തേക്ക് വന്നപ്പോഴാണ് താൻ മാത്രമല്ല, താൻ അവരിൽ പലരിൽ ഒരു പെൺകുട്ടിയായിരുന്നു താനെന്ന് അപ്പോൾ മാത്രമാണ് താൻ മനസ്സിലാക്കുന്നതെന്നും മൂന്നാം പരാതിക്കാരി തൻ്റെ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ രാഹുലിനോട് ചോദിച്ചു. ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ രാഹുലിനെ താൻ ചോദ്യം ചെയ്തു. ഇതൊക്കെ എന്താണ്? ഒരു പെൺകുട്ടി വരുന്നു, പിന്നീട് രണ്ടാമതൊരു പെൺകുട്ടി വരുന്നു, മൂന്നാമത് പരാതിക്കാരി വരുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഇതൊക്കെ എന്താണെന്ന് ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്തു. അപ്പോൾ രാഹുൽ തന്നോട് പറഞ്ഞത് ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കുരുക്കുകളാണ്, പെയ്ഡായിട്ട്, അത് പണം കൊടുത്ത് പറയിപ്പിക്കുന്നതാണ്, പണം കൊടുത്ത് ചെയ്യിക്കുന്നതാണ് എന്നാണ് രാഹുൽ തനിക്ക് വിശദീകരണം നൽകിയത്. ആദ്യത്തെ പെൺകുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ, അതായത് ആദ്യത്തെ പരാതിക്കാരിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതെനിക്ക് അറിയില്ല എന്നാണ് രാഹുൽ തന്നോട് പറഞ്ഞത്. രണ്ടാമത്തെ പരാതിക്കാരിയെ പറ്റി ചോദിച്ചപ്പോൾ അത് ഫേക്കാണ്, കള്ളമാണ്, പെയ്ഡാണ്, പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതാണ് എന്നാണ് തന്നോട് പറഞ്ഞത്. ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അത് ചാനലുകാർ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതാണ്. രണ്ട് പ്രധാന ചാനലുകാരുടെ പേര് പറയുന്നുണ്ട്. ഇവർ ചെയ്യിപ്പിക്കുന്നതാണ് എന്നാണ് രാഹുൽ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട്, തന്നെ നശിപ്പിക്കാൻ വേണ്ടി ചാനലുകാർ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതാണ് എന്നാണ് രാഹുൽ തന്നോട് പറഞ്ഞതെന്നും മൂന്നാം പരാതിക്കാരി വെളിപ്പെടുത്തുന്നു. അപ്പോൾ പെൺകുട്ടി ചോദിക്കുന്നു, അതായത് താൻ രാഹുലിനോട് ചോദിച്ചു, ശബ്ദരേഖ പുറത്തു വന്നത് ആ ശബ്ദം നിൻ്റേതല്ലേ, അത് നിൻ്റെ ശബ്ദമല്ല എന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് രാഹുൽ സമ്മതിച്ചു. പക്ഷേ ഗർഭമില്ല എന്നാണ് രാഹുൽ തന്നോട് പറഞ്ഞത്. എന്നെ എല്ലാവരും വീഴ്ത്താൻ നോക്കുകയാണ്, ഞാൻ ഇതെല്ലാം നിനക്ക് ബോധ്യപ്പെടുത്തി തരാമെന്ന് രാഹുൽ പറഞ്ഞു. സത്യം അറിയണം എന്ന് താനും പറഞ്ഞു. രാഹുൽ ക്ലാരിറ്റി തന്നിട്ടില്ല. പക്ഷേ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതായത് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫെനി വിളിച്ചിട്ട് രാഹുൽ വളരെ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്, അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങളും കൂടി ഇങ്ങനെ സംസാരിക്കരുത്, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ കൂടി നിങ്ങളും ഇങ്ങനെ ചെയ്യരുത് എന്ന് ഫെനി തന്നോട് പറഞ്ഞു. അപ്പോൾ താൻ ഫെനിയോട് പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ പോലെ മറ്റൊരു കുഞ്ഞുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് രാഹുലിനോട് പറഞ്ഞു, ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ സത്യം പറയണം, എൻ്റെ കുഞ്ഞിനെ, അല്ലെങ്കിൽ ഞാൻ ഒരു കുഞ്ഞിനെ നശിപ്പിച്ചു, അതുപോലെ മറ്റു പെൺകുട്ടികളും രാഹുൽ കാരണം കുഞ്ഞിനെ നശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കള്ളമാണ് എന്നാണ് അവർ തന്നോട് പറഞ്ഞതെന്നും പരാതിക്കാരി പറയുന്നു. ഈ ഓഡിയോയിൽ ഈ വിവരങ്ങളൊക്കെ പരാതിക്കാരി വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോയിലൊക്കെ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രാഹുലിനെതിരെ ഉള്ള പരാതികൾ തടയാൻ ലക്ഷ്യമിട്ടാണ് ഫെനി തനിക്കെതിരെ വ്യക്തിഹത്യ തുടരുന്നതെന്നും പരാതിക്കാരി വ്യക്തമാക്കുന്നു. വിശദമായി സംസാരിക്കാൻ പാലക്കാട്ടേക്ക് വരണമെന്നാവശ്യപ്പെട്ടത് രാഹുലാണ്. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് താൻ ശ്രമിച്ചത്. എന്നാൽ രാഹുൽ കാണാൻ സമ്മതിച്ചില്ല. ഫെനിയെ വിളിക്കാൻ പറഞ്ഞു. പുറത്തു വന്നത് സംഭാഷണത്തിൻ്റെ ചെറിയ ഭാഗം മാത്രമാണെന്നും യുവതി പറയുന്നു. 2024 മെയ്യിലാണ് ഗർഭം അലസിയത്.